ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ ഈ കെ സി വേണുഗോപാൽ എന്ന് പറയുന്ന ഒരാളിനെ അങ്ങ് തന്നെ എങ്ങനെയാണ് കൺവിൻസ് ചെയ്തിട്ടുള്ളത്? ഞാൻ എന്നെ കൺവിൻസ് ചെയ്തിട്ടുള്ളത് വളരെ വ്യക്തമാണ്. മറയില്ലാത്ത ഒരു പ്രവർത്തനം. എന്താണോ മനസ്സിലുള്ളത് അതനുസരിച്ച് പ്രവർത്തിക്കുക, പെരുമാറുക. താങ്കൾ പറഞ്ഞൊക്കെ ശരിയാണ്. ചിലപ്പോൾ ഞാൻ ക്ഷോഭിക്കും, ചിലപ്പോൾ സങ്കടം വരും, ചിലപ്പോൾ സന്തോഷം വരും. ഇതൊക്കെ നമ്മുടെ മനുഷ്യ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് ഓരോ മനുഷ്യനും കൊണ്ടുപോകുന്ന അവസ്ഥയാണ്. പക്ഷെ ചിലപ്പോൾ അത് മറച്ചു പിടിച്ചുകൊണ്ട് നമ്മൾ ഇപ്പം വിഷമുണ്ടാകുമ്പോൾ ആ വിഷം മുഴുവൻ മറച്ചു പിടിച്ചിട്ട് നമ്മൾ സന്തോഷത്തോടെ ഇരിക്കുക. ക്ഷോഭം വരുമ്പോൾ ക്ഷോഭം മുഴുവൻ ചിലപ്പോൾ ഇത് തെറ്റായ പ്രവണതയായിരിക്കും, സ്വഭാവമായിരിക്കും. അത് ഒരു ഡിബേറ്റബിൾ പോയിൻ്റാണ്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കൺവിൻസ് ചെയ്തിരിക്കുന്നത്, ഞാൻ ഇത്രയും വർഷം ജീവിച്ചിരുന്നപ്പോൾ എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ അപ്പം തന്നെ പറയണ ഒരാൾ. ഇപ്പം തന്നോട് എനിക്കൊരു പ്രയാസമുണ്ടെന്ന് തോന്നിയാൽ അത് തന്നോട് പറഞ്ഞേ എനിക്ക് ഉറക്കം വരുള്ളൂ. അത് പറയാതെ ചിലപ്പോൾ പറഞ്ഞാൽ തനിക്ക് എന്നോട് വെറുപ്പ് വരുമായിരിക്കും, പ്രയാസം ഉണ്ടാവുമായിരിക്കും. പക്ഷെ എനിക്കത് നോക്കാൻ പറ്റുന്നില്ല. ഇതെൻ്റെ സ്വഭാവത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ കുറേ നാളുകളായിട്ട് കൊണ്ടുനടക്കുന്നത്. അപ്പോൾ അതൊരു സ്വഭാവം. ആലപ്പുഴയിൽ ആദ്യം ഞാൻ MLA ആയിട്ട് വരുമ്പോൾ പലരും പറയും കെ സിയോട് അടുത്ത് പോയാൽ കെ സി ചിരിക്കത്തില്ല, കെ സി കണ്ട് സംസാരിക്കത്തില്ല, കെ സിക്ക് അഹങ്കാരമാണ്. എന്നാലും ആലപ്പുഴയിലെ ആദ്യത്തെ ഞാൻ വന്ന് കണ്ണൂരിൽ നിന്ന് വന്ന് ആലപ്പുഴയിൽ വന്ന് മത്സരിച്ച് ജയിച്ച ഒരു പശ്ചാത്തലമാണല്ലോ. പക്ഷേ 1.5-2 വർഷം കഴിഞ്ഞപ്പോൾ നിങ്ങൾ ആലപ്പുഴയിലെ ആരോട് ചോദിച്ചു കഴിഞ്ഞാൽ അന്വേഷണം പറഞ്ഞത് എൻ്റെ സ്വഭാവത്തോട് പൊരുത്തപ്പെട്ട ഒരു ആലപ്പുഴ ജനതയായിട്ടാണ് എനിക്ക് ഇതിനെ കാണാൻ കഴിഞ്ഞത്. ഈ കെ സി ഭാഷ എന്ന് പറയുന്ന ഒരു ഭാഷ ആലപ്പുഴയിലെ ജനങ്ങൾ പഠിച്ചു. ഇപ്പം നിങ്ങളോട് ആരോട് ചോദിച്ചാലും എനിക്ക് ഇത് ആലപ്പുഴയിലെ ജനങ്ങളോട് ആരോട് ചോദിച്ചാൽ അദ്ദേഹത്തിന് അഹങ്കാരം ഉണ്ടെന്നൊന്നും ആരും പറയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെൻ്റെ ഒരു വലിയ പരാജയമായിട്ട് ഞാൻ കാണാം.